നല്ല ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ സന്തോഷത്തോടെ ഈ ദിവസം സംബന്ധിപ്പാൻ ദൈവം അനുവദിച്ച കർത്താവിന്റെ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ആലയത്തിലും പ്രത്യേകിച്ച് അവൻ ഓൺലൈനിലും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ഐശ്വര്യമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശങ്കര ബ്രദർ നമ്മുടെ മധ്യമുണ്ട്, ബീല സിസ്റ്റർ, ഐസക് ബ്രദറുണ്ട്, ക്രിസ്ത്യൻ ആൻറ്റി, പ്രിയ കുഞ്ഞിച്ചാനും ബെർലിൻ ബ്രദറൊക്കെ നമ്മുടെ മധ്യമുണ്ട്. പ്രശാന്ത് സാം അല്പം മുമ്പിൽ എക്സിറ്റ് ചെയ്തു. അവരെല്ലാ സഹോദരങ്ങളെയും കർത്താവ് മാനിക്കട്ടെ. നിർമ്മല സിസ്റ്റർ നമ്മുടെ മധ്യമുണ്ടായിരുന്നു, ജോസഫ് ബ്രദർ നമ്മുടെ മധ്യമുണ്ടായിരുന്നവരെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ മീറ്റിംഗ് എല്ലാം നമ്മുടെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ മീറ്റിംഗുകളാക്കി ദൈവം തീർക്കട്ടെ എന്ന് വീണ്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ദൈവവചനത്തിന്റെ കേൾവിക്ക് വേണ്ടി അല്പം നമ്മൾ പോരാടി ശുശ്രൂഷിപ്പാട്ടൊക്കെ വന്നവർ നിയോഗത്തിന്റെ അകത്ത് വന്നതുകൊണ്ട് നമ്മൾ ആരംഭത്തിൽ അങ്ങനെയാണ് തുടങ്ങിയത്. ഈ വചനവും അങ്ങനെ തന്നെയാണ് ഹൃദയത്തോടെ എവിടെ വാർത്ത തുടങ്ങിയത്. യശയ്യാ പുസ്തകം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, ഐസയ chapter 16 verses 14. അതായത് യശയ്യാ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ അടുത്ത കൂലിക്കാരന്റെ ആണ്ട് പോലെയുള്ള അവിടെ നോട്ട് ചെയ്യണം, 3 ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവ്വ മഹാപുരുഷാരത്തോടു കൂടെ തുച്ഛീകരിക്കപ്പെടും. അടുത്ത വാക്യം, അവന്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. കരമൊന്ന് ഉയർത്തി നാം തുറന്ന് നല്ലൊരു സ്തോത്രം ദൈവം തുറക്കി കൊടുക്കാമോ? വളരെ ഗൗരവമേറിയ വെളിപ്പാടാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനടുക്കടുക്കായിട്ട് പഠിച്ചു വന്നതുകൊണ്ടും പ്രാപിച്ചു വന്നതുകൊണ്ടും അതിന്റെ ബേസിക് ഈ ശബ്ദം കേട്ട ദൈവമൊക്കെ അറിയാം. പിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ വിഷയത്തിലേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം 4 വ്യക്തികളുടെ കാര്യം പഠിച്ചു. 1, എഫ്രൈം എന്നൊരു പദം നാം പഠിച്ചു. 2, ഏദോം എന്നൊരു പദം നാം പഠിച്ചു. 3, മോവാബ് എന്ന പദം നാം പഠിച്ചു. 4, അമ്മോന്യർ എന്ന പദം പഠിച്ചു. അപ്പോൾ എഫ്രൈം, ഏദോമ്യർ, അമ്മോന്യർ, മോവാബ്യർ, ഈ 4 വ്യക്തികൾക്കും 4 സ്വഭാവം നാം ബോധ്യപ്പെട്ട സ്വത. അതിൽ എഫ്രൈമിന്റെ സ്വഭാവം പൊറാമെ അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ അസൂയ എന്ന പേര് നാം പഠിച്ചു. 2, ഏദോമിനെ കുറിച്ച് നാം പഠിച്ചു. ഏദോമ്യർ തടയുന്നവരും കയറ്റി വിടാത്തവരുമാണ്. വഴി അടയ്ക്കുന്നവൻ എന്നൊക്കെ വാക്ക്, തടകിടുന്നവൻ, വഴിയെ അടയ്ക്കുന്നവൻ, വേഗം ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ അമ്മോന്യനും മോവാബിന്റെയും സ്വഭാവം എന്ന് പറയുന്നത്, 2 പേർക്ക് ഒരു സ്വഭാവമുണ്ട്. വാക്തത്വം ഉണ്ടെങ്കിൽ, ഉയർച്ച ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റുന്നവർ, മോഷ്ടാക്കൾ എന്ന് പറയാം. ദൈവം കൊടുത്ത അവകാശത്തെ അടിച്ചു മാറ്റുന്ന ക്യാരക്ടറാണ് മോവാബിയർക്കും അമ്മോന്യർ സ്വഭാവം എന്ന് അല്പം കൂടി പറയുമ്പോൾ അവർ 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ച് 16-ന്റെ 6 മുതൽ വായിക്കണം. ഒരു 6-ാമത്തെ വാക്യം, ഞങ്ങൾ മോവാബിന്റെ ഗർവം. അപ്പോ മോവാബിന്റെ ഒരു സ്വഭാവം, ഗർവ സ്വഭാവം. തമിഴിൽ ദൈവമക്കൾ ആ ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ തമിഴിൽ നിങ്ങൾ ആ വാക്യത്തെ എടുത്തോളണം. കാര്യം ഇതിനകത്ത് കുഞ്ഞച്ചാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബെർലിൻ ബെർലിനും മലയാളം അറിയാം. ബാക്കി ഉള്ളവരെല്ലാം തമിഴ് സഹോദരങ്ങളാണ്. നിങ്ങൾ വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് തമിഴ് ബൈബിൾ ഉപയോഗിച്ച് നിങ്ങൾ ആ വിഷയത്തെ കണ്ടുപിടിക്കണം. അവൻ മോവാബിന്റെ സ്വഭാവം ഗർവം എന്നൊരു പദമാണ്. അവൻ ഗർവമുള്ള മോവാബ്. അപ്പോൾ തന്നെ അമ്മോന്യരുടെ സ്വഭാവം തട്ടി മാറ്റി അടിച്ചു മാറ്റുന്ന സ്വഭാവം. ഏദോമിന്റെ സ്വഭാവം വഴിക്കരികെ ദൈവം അനുവദിച്ച വഴി കൂടി സഞ്ചരിപ്പാൻ തക്കവൻ സമ്മതിക്കാത്ത വഴി അടയ്ക്കുന്ന വ്യക്തി. അപ്പോൾ തന്നെ എഫ്രൈമിന്റെ സ്വഭാവം അസൂയയുടെ സ്വഭാവം എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇതെല്ലാം യാക്കോബ് വംശത്തെ കൊടുത്തിരിക്കുന്ന സന്തോഷത്തെ കെടുത്തുക.
പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ശ്രേഷ്ഠ അവകാശത്തെ മൊത്തം അടിച്ചു തട്ടി മാറ്റുന്ന സ്വഭാവമാണ് ഈ മോവാബിന്റെ അമ്മോന്റെ സ്വഭാവം. അതുകൊണ്ട് പരിശുദ്ധാത്മ വാക്കാകുന്നു, അവൻ മോവാബിന്റെ ഗർഭ സ്വഭാവത്തെ അവൻ ഞാൻ അടിച്ചു തട്ടി ദൂരെ കളഞ്ഞ് അതിന്റെ നടുവിൽ 3 വർഷത്തിനകം, ആ പദമാണ് ഞാൻ ഇന്ന് രാവിലെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല. അവൻ 3 വർഷത്തിനകം അവൻ കൂലിക്കാരനോ അവൻ അതിന്റെ കൂലി കൊടുക്കുന്നത് പോലെ അവൻ ഞാൻ 3 വർഷത്തിനകം മോവാബിന്റെ പദ്ധതിയെ അവൻ തട്ടി മാറ്റി കളയുമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് ഇന്ന് രാവിലെ നമ്മുടെ ദൂതനോട് ആത്മാവ് ഇണച്ചു വെച്ച ദൂത് കൽപ്പിക്കുമ്പോൾ അതിന് കരമടിച്ച് ആത്മാവിൽ പോരാടി പറയുന്ന അവൻ 3 വർഷങ്ങൾ, അവൻ 30 വർഷങ്ങൾ, അവൻ എത്രയോ വർഷങ്ങളായി എന്റെ നന്മയോടെ അവൻ ഗർഭത്തോടെ ഇടപെടുന്ന, അവൻ ഗർഭത്തോടെ പോരാടുന്ന, അശിയോടെ പോരാടുന്ന, അവൻ നന്മയെ തടയുന്ന, അവൻ വാഗ്ദത്തങ്ങളുടെ വഴികളെ അടച്ചു വെക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിനെ ദൈവം അടിച്ചു തട്ടിക്കളയാൻ എന്റെ ദൈവത്തിൽ ഇപ്പോൾ മുതൽ അവൻ ഇടപെടുവാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ കരമടിച്ച് ആ ദൂത് വേണ്ടവർ, ആ ദൂതിനെ വിടുതൽ വേണ്ടവർ, ആ ദൂതുമായിട്ട് വിശേഷ നന്മ പ്രാപിക്കേണ്ടവർ കരം തട്ടി പറയുക, ഇനി വിട്ടുകൊടുക്കുന്ന ദിവസമല്ല, അവൻ അവകാശം പിടിച്ചു വാങ്ങുന്ന അവൻ ദിവസമായതുകൊണ്ട് അവൻ ഹേ മോവാബിനെ അവൻ നിന്റെ ഗർഭത്തെ അടയ്ക്കുന്ന ദിവസങ്ങൾ ഘനമായി വരികയാണ്. കരമടിച്ച് ആത്മാവിൽ പോരാടി വർഷങ്ങളെ ഉപവസിച്ചിട്ട്, വർഷങ്ങളായി പ്രാർത്ഥിച്ച്, വർഷങ്ങളായി കരഞ്ഞ് അവൻ ഒരു നേട്ടം ഉണ്ടാക്കിയെടുപ്പാൻ അവൻ ശ്രമിക്കുമ്പോൾ അവൻ അടിച്ചു മാറ്റാൻ നിൽക്കുന്ന മോവാബിയർ, അടിച്ചു മാറ്റാൻ നിൽക്കുന്ന അമ്മോനിയർ, അവൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, അതിന്റെ മേൽ യഹോവ ഇടപെടുന്നയച്ചിട്ട് ഞാൻ മോവാബിന്റെ അവൻ ഗർഭത്തെ ശാസിച്ച് അടുത്ത 3 വർഷത്തിനകത്ത് അവന്റെ പദ്ധതികളെ ഞാൻ ഈ ദേശത്ത് നൽകുന്നുണ്ട്. അപ്പാടെ നശിപ്പിക്കാം. ഇത് 1-2 വിഷയം അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്കവണ്ണം പറഞ്ഞുതരാം. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാമോ? 16-ന്റെ-11 വാക്യം മുതൽ 16-ന്റെ-11 വാക്യം മുതൽ. അതുകൊണ്ട് എന്റെ ഉള്ളം മോവാബിനെ കുറിച്ചും എന്റെ അന്തരംഗ കീർ കോരശിനെ കുറിച്ചും ദൈവം പറയുന്നു, അതുകൊണ്ട് എന്റെ ഉള്ളം മോവാബിനെ കുറിച്ചും, അടുത്ത എന്റെ അന്തരംഗ കീർക്കേശിനെ കുറിച്ചും കിന്നരം പോലെ എന്ത് ചെയ്യാം. എന്താ വാക്കിനർത്ഥം? കിന്നരം പോലെ മുഴങ്ങുന്ന വാക്കിനർത്ഥം എന്ന് അറിയാമോ? ഇവനെ ഒതുക്കണം, ഇവൻ വേണ്ട. യഹോവയുടെ ഹൃദയത്തിനകത്ത് ഇത് കിന്നരം പോലെ എന്ത് ചെയ്യാം, മുഴങ്ങുന്നു. ഇവനെ ഒതുക്കണം, ഇവന് ഗർഭത്തെ ശാസിക്കണം, ഇവൻ ദൈവ മക്കളുടെ വാഗ്ദത്തങ്ങളെ അടിച്ചു മാറ്റുന്നു. വായിച്ചാൽ അതോട് വായിക്കും നമുക്ക് അതുകൊണ്ട് അല്പം കൂടി ശക്തി വരാൻ സാധ്യതയുണ്ട്. അവ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞ ഈ മോവാബിന്റെ ഒരു സ്വഭാവം കൂടെ അവിടെ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ച വാക്ക് ദൈവമക്കൾ ആ വിഷയത്തെ നോട്ട് ചെയ്ത് ആത്മാവ് പോരാടിക്കാൻ വായിച്ച പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും അന്യഭാഷ പറഞ്ഞ് രാത്രിയെ പകലാക്കി മാറ്റിയും ദൈവം എനിക്ക് ഇപ്പോൾ തന്ന നന്മ എന്ന് പറഞ്ഞാൽ വിശേഷതയേറിയ നന്മ. 25-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ ആ വാക്കിന്റെ ശക്തി മനസ്സിലാവും. 25-ാമത്തെ വാക്യം 25 അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്ത് ദൈവം ഞങ്ങൾക്ക് തന്നു, അനവധി വസ്ത്രം ഞങ്ങൾക്ക് തന്നു, അനവധി വിശേഷ വസ്തുക്കൾ ഞങ്ങൾക്ക് തന്നു. ഈ 3 കാര്യവും മോവാബിൽ കണ്ടപ്പോൾ മോവാബിയർക്ക് ഇഷ്ടം തോന്നി. അവൻ എന്ന് പറഞ്ഞാൽ നഖം നനയാതെ മീൻ പിടിക്കട്ടെ. ഒരാൾ കഷ്ടപ്പെട്ടിട്ട് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യണം? അനുഭവിക്കുന്ന അന്തരീക്ഷത്തിലേക്ക്. അങ്ങനെയല്ല ഹോസ്പിറ്റലുകാർ, അങ്ങനെയല്ലേ ECT-ക്കാരൻ, ലബോറട്ടറിക്കാരൻ ആണോ? അല്ലേ പറ. എന്തോന്ന്
ഇല്ലാത്ത അസ്വസ്ഥ ഇല്ലാത്ത രോഗത്തെ ടെസ്റ്റ് എല്ലാം നടത്തി പാവപ്പെട്ട നമ്മുടെ കയ്യിൽ നിന്ന് കാശെല്ലാം എന്നിട്ട് BMW കാറ്. ഞാൻ എൻ്റെ ഒരു ബ്രദറുണ്ട്, അവന്റെ ജോലി മെഡിക്കൽ മെഡിക്കൽ റെപ്പാണ്. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, അവൻ എന്നോട് പറഞ്ഞു, നീ എനിക്ക് 50,000 തന്നാൽ 5 ലക്ഷത്തെ ലാഭം വരുത്തി തരാമോ? ഞാൻ അതെങ്ങനെയാണ്? 50,000 രൂപയുടെ ടാബ്ലറ്റ് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വരുത്തും, എന്നിട്ട് അത് 5 ലക്ഷത്തിലേക്ക് എന്ത് വിൽക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ഇടക്കിടക്ക് ഊട്ടി പോകയില്ലേ, എനിക്ക് ഒരു റൂം അവിടെ ബുക്ക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ? ഞങ്ങളുടെ ഡോക്ടറിന് ഒരാഴ്ചത്തേക്ക് അവിടെ താമസിക്കാം. അത് ഞാൻ ചെയ്യുന്ന കാര്യം, അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ഓഫറാണ്. അങ്ങനെ കൊടുത്താൽ അദ്ദേഹം അധികം ടാബ്ലറ്റ് എഴുതി മനസ്സിലാക്കുന്നുണ്ടോ? പാവം, നമുക്ക് ഒരു ഗുളികയ്ക്ക് പകരം അദ്ദേഹം പറയും ഇത് 2 മാസം കഴിച്ചാലേ അസുഖം മാറത്തുള്ളൂ. അത് കഴിക്കേണ്ട ആവശ്യം. കാരണം ഇദ്ദേഹം എഴുതി അയച്ചെങ്കിൽ ഇദ്ദേഹത്തിന്റെ റൂം വാടക എന്തെങ്കിലും ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടോ? AC, ഫ്രിഡ്ജ്, BMW കാറ്, എന്തെല്ലാം സ്വത്രം സൗകര്യം കൊടുക്കുന്നു. ഇത് അനുഭവിക്കുന്ന മൊത്തം നമ്മളാണ്, കഷ്ടം അനുഭവിക്കുന്നവർ. അവരുടെ ശരീരത്തിനകത്ത് ചുളു പോലും വരുത്താതെ അവരിങ്ങനെ സൂപ്പർ ആയിരിക്കും. അപ്പൊ ദൈവമേ, നീ ഞങ്ങൾ കൈവശമാക്കി തന്നൊരു അവകാശമുണ്ട്. അത് 28-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കാകുന്നു, അനവധി സമ്പത്ത് പെന്തക്കോസ്തുകാര ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അനവധി വസ്ത്രം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അനവധി വിശേഷ വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. ഇത് മോവാബ് കണ്ടപ്പോൾ, അമോനി കണ്ടപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ മാസത്തിന്റെ 12-ാം ദിവസം കരമടിച്ച ആത്മാവ്, പ്രവചനാത്മാവ് ഞാൻ ആത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ കരമടിച്ചു പോയി എന്റെ അവകാശത്തെ അവനെ തട്ടി മാറ്റാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ കയറി അവൻ കണ്ണ കേസ് കുടിക്ക് അവൻ അവകാശങ്ങൾ മൊത്തം അടിച്ചു മാറ്റാൻ നിൽക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിനോട് ഇന്ന് രാവിലെ സമയം ശക്തിയിലെ സമരം ചെയ്ത ബോധ്യപ്പെടുന്നത് മാറ്റ അഭിഷേകത്തോടെ കരമടിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ വിശേഷ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വിശേഷ വസ്തുക്കൾ, വിശേഷ സമ്പത്തുകൾ, വിശേഷ കൃപാവരങ്ങൾ, വിശേഷ ഉയർച്ചകൾ, വിശേഷ നന്മകൾ അത് അടിച്ചു മാറ്റാൻ നിൽക്കുന്ന സകല മോവാബിന്റെയും സകല അമോനിയുടെയും അവരുടെ പദ്ധതികളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പരസ്യമായി അവരെ ശാസിക്കുകയാണ്. ഈ അടിച്ചു മാറ്റി നിൽക്കുന്ന കണ്ടപ്പോഴാണ് ആ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിന്നരം പോലെ ഇങ്ങനെ തികട്ടി വരികയാണ്. എന്താ? മോവാബിനെ അമോനിനെ എനിക്ക് എന്ത് ചെയ്യണം? മുന്നൂല എന്റെ ജനത്തിന്റെ ഞാൻ കൊടുത്ത അവകാശം, എന്റെ മക്കൾക്ക് കൊടുത്ത അവകാശം, ആ അവകാശത്തെ മോവാബിനെ നീ അടിച്ചു മാറ്റാൻ നിൽക്കുന്നുവല്ലേ? എങ്ങനെ അടിച്ചു? നീ എന്റെ ജനത്തെ കൊന്നിട്ട് അവരെ ശവങ്ങളാക്കി മാറ്റിയിട്ട് തിരിച്ച് നീ പിടിച്ച് സുഖലോലുപ ജീവിപ്പാനാണ് മോവാബിന്റെ പദ്ധതി. ഒഴിഞ്ഞ് അത് സ്വപ്നത്തിൽ മാത്രം വെച്ചാൽ മതി. എന്റെ ഹൃദയത്തിനകത്ത് നിന്നെ ഒതുക്കാൻ ദൈവാത്മാവ് പറയുന്നു. നിന്നെ ഞാൻ ഒതുക്കി കേട്ടോ. ഇന്ന് രാവിലെ ജനമേ, അവൻ നാം സേഫ്സോണിക്കാൻ, അവൻ നാം സന്തോഷമാക്കാൻ, അവൻ നാം അനുഗ്രഹമാക്കാൻ ദൈവം നമ്മെ കുറിച്ച് പദ്ധതിയിടുമ്പോൾ അവൻ കരമടിച്ചാൽ പറയുന്നു, അവൻ ഇല്ലോ, അവൻ എന്റെ സേഫ്സോണിനെ വെട്ടുവാൻ വരുന്ന മോവാബിന്റെ പദ്ധതികളെ എന്നെ പറയുന്നു. അവൻ കിന്നരം പോലെ എന്റെ അകത്തു നിന്ന് ഒരു ധ്വനി വരുന്നു. അവൻ യഹോവ പറയുന്നു, ഞാൻ അവനെ ഒതുക്കും.
Praise the Lord. അടുത്ത 11-ാമത്തെ വാക്യം വായിച്ച 12-ാമത്തെ വാക്യം 12. പിന്നെ മോവാബ് ആ. പൂജാഗിരിയിൽ ചെന്ന് വായിക്കേ. പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ ആ. അവൻ കൃതാർത്ഥനാകയില്ല. അപ്പൊ എന്നിട്ട് ഇതെല്ലാം കുരുത്തക്കേട് ചെയ്തു കഴിഞ്ഞാൽ മോവാബിന് അറിയാം ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ല. അതുകൊണ്ട് ഇവൻ പോകുന്ന എവിടെയാണ് പറയേ? ഇവൻ പോകുന്നത് ദൈവജനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ എവിടെ പോകുന്നു? അമ്പലത്തിൽ പോകാൻ, ക്ഷേത്രത്തിൽ പോകാൻ. തമ്പുരാൻ പറയണ്ട, എന്റെ ജനത്തെ ഉപദ്രവിച്ചിട്ട് നീ ക്ഷേത്രത്തിൽ പോയാൽ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു സ്വസ്ഥതയും. അപ്പൊ നമുക്ക് ലഭിച്ച ഭാഗ്യം പറയാൻ, ആരാധിക്കുന്ന നമുക്ക്, ദൈവത്തിന്റെ മക്കളെന്ന പദവി കിട്ടിയ നമുക്ക്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ദൈവം തന്ന പദവി ഒന്ന് ഓർത്തേ. പിശാചിന്റെ ശബ്ദം നീക്കുന്ന മോവാബിനോട് യഹോവ പറയുന്നു, ഹേ മോവാബേ, നീ എന്റെ ജനത്തെ ഒതുക്കി എന്റെ ജനത്തെ നന്മ അടിച്ചു മാറ്റി അവരെ സന്തോഷത്തെ മൊത്തം കെടുത്തിയ ശേഷം നീ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ നടത്തി നിന്റെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ നീ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. ദൈവത്തിന് പോലും എന്തില്ല, ഭയന്ന് ജീവിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അമ്പലത്തിലെ കാണിക്കെന്തിയ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. നമ്മൾ പേര് പറഞ്ഞ സ്ഥലം തന്നെയാണ്. എന്നിട്ടും ഇന്നേ വരെ ആക്ഷനൊന്നും നന്നായിട്ട് എടുത്ത് വന്നിട്ടില്ല. സ്വതന്ത്രം സ്വർണത്തിന്റെ കാര്യം വാങ്ങിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മുടെ വിഷയം അതല്ല, കിടക്കട്ടെ ദൈവത്തിന്റെ ഇടം. സ്വതന്ത്രം മോവാബിനോട് പറയുന്നു, നീ എന്റെ ജനത്തെ കൊള്ളയിട്ട് അവരെ കരയിപ്പിച്ച് അവരെ ദുഃഖിപ്പിച്ച ശേഷം നിന്റെ ദുഃഖം മാറ്റാൻ നീ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയാലും നീ വലിയ അമ്പലം കൊണ്ട് കൊടുത്താലോ എവിടെ? സ്വതന്ത്രം. എനിക്ക് പലതും പറയാൻ അകത്ത് വരുന്നുണ്ട്. സ്വതന്ത്രം. ഇത് രാവിലെ ഞാൻ പരിശുദ്ധാത്മ പറയാം. നമുക്ക് ദൈവം തന്ന വില നാം ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞിട്ട് ശത്രുവിനോട് ദൈവം ചെയ്ത പ്രതികാരവും തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്തോത്രത്തിന്റെ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ അന്യഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, നമ്മുടേതായ ആമയെ മുമ്പോട്ട് ഗമനത്തിന് ഭയങ്കര ആക്കം ഉണ്ടാകും. അത് ദൈവം നമുക്ക് തന്നൊരു ഭാഗ്യമാണ്. കരമത് ഉയർത്തി നല്ലൊരു സ്തോത്രങ്ങൾ താൻ കൊടുത്താട്ടെ. വായിച്ചു ആ വാക്യം വായിച്ചാട്ടെ. പിന്നെ മോവാബ് പൂജാരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ, ഏ മോവാബേ, നീ ഒരിക്കൽ പോലും കൃതാർത്ഥനാകില്ല. അടുത്ത വാക്ക്, ദൈവം പണ്ട് തന്നെ നിനക്ക് വേണ്ടി മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി ഈ മക്കൾ പറയാം. നമുക്കറിയാം നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളെന്ന് നമുക്ക് പറയാൻ നന്നറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരുന്നപ്പോൾ എനിക്ക് അറിയാതെ ചിരി വന്നത് കാര്യം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോരാടിയത് നിസാര വ്യക്തിയോടല്ല ഞാൻ പോരാടിയത്. ദൈവം ആ പോരാട്ടത്തിൽ എനിക്ക് ഭയങ്കര വിജയം എന്ത് ചെയ്യാൻ തന്നു. അത് കാണാനും അവസരം കർത്താവ് എനിക്ക്. ഞാൻ ഓർത്തു, അത്രയ്ക്കൊരു അഭിഷേകം ദൈവം എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഞാൻ നന്ദി പറഞ്ഞറിയാം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിസാര വ്യക്തിയോടല്ല കഴിഞ്ഞ കുറച്ച് നാൾ ഞാൻ പോരാടിയത്. രാത്രി പകൽ മൊത്തം പോരാടിയത് അത്രമാത്രം ശക്തിയേറിയ പൈശാചിക മണ്ഡലത്തോട് ദൈവം എന്നെ പോരാടാൻ പ്രാപ്തനാക്കി. അതിന്റെ റിസൾട്ട് എനിക്ക് കാണാൻ പറ്റി. ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയാം, പൂജ വിഷയത്തിനോ അമ്പലം കെട്ടോ ആൾത്തര കെട്ടോ പൂജ കെട്ടോ നേർച്ച കെട്ടോ ഏത് കെട്ടാൽ നാലാബല കെട്ടോ ദുഃഖം കെട്ടോ എന്ത് കെട്ട് തലപൊക്കി വെളിപ്പെട്ട് വന്നാല് വാക്തത്വമുള്ള ഇസ്രായേലിന്റെ വിരുദ്ധമായിട്ട് എന്ത് കാര്യം ഓതിയാല് അത് അതിനകത്ത് ഫലിക്കയില്ലെന്ന് പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമായി ശബ്ദമെടുക്കല്, കരമരിച്ചു എടുക്കല്. എന്റെ അവകാശത്തിന്റെ ഒരു പിടി അവകാശത്തെ പിശാച് തൊടാൻ പറ്റില്ല എന്ന് ദൈവം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് പണ്ട് തന്നെ ഞാൻ മോവാബിനെ കുറിച്ച് ഒരു മുൻവിധി എഴുതി വെച്ചിട്ടുണ്ട്.
എന്നോട് ഒരാളിന്റെ മുഖത്തേക്ക് പറഞ്ഞു, നിന്റെ ജാതകം ഞാൻ എന്ത് ചെയ്യാം വെച്ചിട്ടുണ്ട്. എന്റെ ജാതകം വെച്ച് അപ്പോഴാണ് എനിക്ക് ജാതകം കൊണ്ടു പുത്രമേ, എന്റെ ജാതകം എഴുതി വെച്ചിരിക്കാൻ. ഇന്ന് ആ ജാതകം എഴുതി വെച്ചിരിക്കുന്ന വ്യക്തിയെ കാണാനില്ല. അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ചു, ഞാൻ എന്റെ മനസ്സിൽ വെച്ചു, എന്നേ അങ്ങയുടെ ജാതകം കർത്താവ് എഴുതി വെച്ച് പുത്രമേ. എന്റെ മുഖത്തേക്ക് പറഞ്ഞാണ്, നിന്റെ ജാതകം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞു, എന്റെ ദൈവം എന്നെ നിന്റെ ജാതകം എഴുതി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് എന്റെ ജാതകം എന്റെ കർത്താവിന്റെ പുസ്തകത്തിനകത്താണ്. അവന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ എന്നെ കുറിച്ച് യുഗത്തിന്റെ ഏഴാം കൂടിനകത്തല്ല എഴുതി വെച്ച വാക്ക്. അവൻ പിശാചിന്റെ പുസ്തകത്തിലല്ല എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വാക്ക്. എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന അവന്റെ പുസ്തകത്തിൽ അവന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. വിശ്വാസത്തോടെ ആത്മാവ് പറയാ, പിശാച് മനുഷ്യന് പോലെ നമ്മെ കുറിച്ച് മുൻവിധി എഴുതി അവൻ തട്ടി കൊല്ലാൻ ലഭിച്ചാൽ അവൻ നമുക്കൊരു പോരൽ പോലെ വരത്തില്ല എന്ന് ഞാൻ ആത്മാവ് പറഞ്ഞാൽ, മോഹമേ നിന്നെ കുറിച്ച് പണ്ട് എന്റെ യഹോവ എഴുതി വെച്ചിരിക്കുന്നു. ഒന്നുകൂടി ആ വാക്ക് 13-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടി വായിച്ച് 13-ാമത്തെ വാക്യത്തിൽ യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്നു. പണ്ട് സ്വതന്ത്രം. എനിക്കത് നമ്മൾ കഴിഞ്ഞ ദിവസം റെഫറൻസുകൾ പലയിടത്ത് ബേസിക് ഇട്ട് വായിച്ചതുകൊണ്ടാണ് ഞാൻ അതിനെക്കാത്ത ദൂതിലേക്ക് പ്രവേശിച്ചു പോകുന്ന വാക്ക്. മാതാവേ നീ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കളിക്കാൻ. നീ ദൈവമക്കളുടെ വാക്തത്തെ തട്ടിമാറ്റാൻ ശ്രമിക്കുക, സൂക്ഷിച്ചു വേണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നീ എത്ര കളിച്ചാലും, നീ എത്ര മാത്രം നിനക്ക് വിരുദ്ധമായി ഇടപെട്ടാലും നിന്നെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ എന്ത് ചെയ്യും? തകർക്കും. നിന്നെ ഞാൻ ഒതുക്കും. നീ എന്ത് കണ്ടിട്ടാ എന്റെ ജനത്തിന് വിരുദ്ധമായിട്ട് സംസാരിപ്പാൻ ഇടപെടാനും വന്നത്? എന്ത് കണ്ടിട്ടാ? ചിലപ്പോ നമ്മളെ നോക്കുമ്പോൾ പലരും പൊട്ടനെ പോലെ എന്ത് ചെയ്യാം, നമ്മൾ നടക്കുന്നു പോകുന്നു വരുന്നു എന്നൊക്കെ തോന്നും. നമ്മൾ പൊട്ടന ആണോ? എന്തി നമ്മളെ പോലെ ബുദ്ധിമാന്മാരാരുണ്ട്? നമ്മെ പോലെ വെളിപ്പാടുള്ള വ്യക്തി ആരാ ഉള്ളത്? നമ്മെ പോലെ പരിജ്ഞാനമുള്ള വ്യക്തി ആർക്കാ ഉള്ളത്? നാം ചിലർ തോന്നുമ്പോൾ നമ്മൾ പൊട്ടനെന്ന് നമ്മളെ ചുറ്റും നമുക്ക് ദൈവം കണ്ണ് നൽകിയിട്ടുണ്ട്. ശത്രുവിന്റെ എത്ര പദ്ധതികൾ ഏത് ഭാഗത്ത് വന്നാലും തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ആത്മ കണ്ണ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പോരായെങ്കിൽ തട്ടി പറയും, ദൈവം പറയും, കുഞ്ഞെ നിനക്ക് വിരുദ്ധമായിട്ട് മന്ത്രവാദം ചെയ്യുന്നുണ്ട് കേട്ടോ, നേർച്ച ചെയ്യുന്നുണ്ട്, കാഴ്ച ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ, നീ അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിച്ചോ എന്ന് പരിശുദ്ധാത്മ വീണ്ടും തട്ടി ഉണർത്തും. അത് തട്ടി ഉണർത്തിയത് കൊണ്ടല്ലേ, പ്രാർത്ഥിച്ച് പോരാടിയത് കൊണ്ടല്ലേ ഈ 2026 ഈ ജനുവരി മാസം 12-ാമത്തെ ദിവസം ആലയത്ത് വന്ന് ആരാധിച്ച് ഉപേക്ഷിക്കുവാൻ പ്രാക്ടിക്കൽ എന്നെ പ്രസംഗിപ്പാൻ വീണ്ടും എന്നെ പ്രാപ്തനാക്കിയത് അവൻ കടകോ അവൻ പിശാചിന്റെ പദ്ധതിയെ ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പോരാടുവാൻ അത് ഉപേക്ഷിക്കുമ്പോൾ ദൈവനെ ശക്തിവെച്ചുകൊണ്ടാണ് അവൻ ഇന്ന് ആവേശത്തോടെ പ്രസംഗിപ്പാൻ ദൈവത്തെ പ്രാപ്തനാക്കി തീർന്നത്. അപ്പൊ എന്താ മനസ്സിലായി? പറയാൻ മനസ്സിലായില്ല. പറയാം, സാത്താനെ കുറിച്ച് ദൈവം പണ്ട് അവന്റെ ജാതകം എന്തിയ അപ്പൊ ബലപ്പെട്ടോ? ആദ്യം ബലപ്പെട്ടോ? ബലപ്പെട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ബലപ്പെട്ടോ? ബലപ്പെട്ടെങ്കിൽ സ്വന്തം ബലപ്പെട്ടോ? ദൈവം നമ്മളേത് പിശാചി പറഞ്ഞു നിന്നെ 3 മാസം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവം പറയാണ് 3 മാസം കഴിഞ്ഞ് എത്ര മാസം അയച്ച പറ. പിശാച് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞ്, എത്ര മാസമല്ല എത്ര വർഷം കഴിഞ്ഞു. ഇത് പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചു. 14-ാമത്തെ വാക്യത്തിൽ അവൻ 3 ആണ്ടിനകം ഞാൻ മോവാബിനെ എന്ത് ചെയ്യും? തുച്ഛീകരിക്കും. ഞാൻ അവിടെ കൂടി പ്രാർത്ഥിക്കാം, അവിടെ കൂടി ശുശ്രൂഷിക്കാൻ പോയത്. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നെങ്കിൽ തന്നെയും ഒത്തിരി വിഷയത്തിൽ നിന്ന് മധ്യസ്ഥനയ്ക്കാൻ പറ്റി. തുച്ഛീകരിക്കും എന്ന വാക്കിനർത്ഥ പറ. തുച്ഛീകരണം പറ. ദൈവം ഈ നമ്മൾ പറയുന്ന പോലെ പുലി പോലെ വന്നവൻ അത്ര തുച്ഛീകരണം. വലിയ അമട്ടെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പോ നോക്കിയപ്പോൾ ഓലപ്പടക്കം പോലെ
വിഷയം മനസ്സിലാവും. ഭയങ്കര സംഭവമായിട്ടാണ് ആര് വന്നത്? മോവാബ് വന്നത്. എന്തൊക്കെ കാണിച്ചു തരാമെന്നുള്ള അനർത്ഥയുടെ പിശാചിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് മോവാബ് വന്നത്. തമ്പുരാൻ പറഞ്ഞു, എടാ നീ ആരും ബിഗ് സീറോ, നീ ഹീറോ ആയിട്ടാ വന്നത്, പക്ഷേ നീ ആരാണ്? സീറോ. കിട്ടുന്നുള്ളൂ. എത്ര ദൂത് മനസ്സിലാവും. അപ്പൊ ഇന്ന് രാവിലെ ബലപ്പെട്ട് പോകണം. വീട്ടിൽ പോയിട്ട് പറയണം കേട്ടോ. അശോച അവിടെ ഇരുന്ന് പറയണം വെച്ചാൽ ബലപ്പെട്ട് പറയണം. എന്ത് പറയണം? ആ വീട്ടിൽ പോയിട്ട് എന്ത് പറയും? പറ ബിൻബരിയായി പറ. എന്ത് പറയും? വീട്ടിൽ പോയിട്ട് അതിന് ചോറ് കഴിക്കാൻ പിന്നെ ഞാൻ പറയാൻ പോകുന്ന സ്വത്രം എന്ത് പറയാൻ പോകുന്ന സ്വത്രം? വീട്ടിൽ പോയിട്ട് എന്താ പറയാൻ പോകുന്നത്? വാക്ക് പറഞ്ഞു മനസ്സിലായ ദൂത് പറ. എന്ത് പറയും? മോവാബിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ 3 മാണ്ടിനകത്ത് വെച്ച് തുച്ഛീകരിക്കും. അപ്പൊ എന്താ പറയുക? നീ വലിയ സംഭവം എന്നൊക്കെയാണ് നിനക്ക് വെപ്പ്, പക്ഷെ എന്റെ ദൈവം നിന്നെ എത്രയേ നാളുണ്ടാകുന്നത് തുച്ഛീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ അടിവയറ്റുന്ന ഒരു ആത്മധൈര്യം വരും. നമ്മൾ ഉള്ളിനകത്തുനിന്ന് വീര്യം വരും. എന്താ വീര്യം വരാൻ? ഇത്രയും വെളിപ്പാട് എന്നെ കുറിച്ച് കഴിവിട്ടോ, ഇത്രയും പദ്ധതി പിശാചിനെ കുറിച്ച് കഥ കിട്ടോ. ഇത് രാവിലെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിച്ച ഓൺലൈൻ ദൈവമക്കളോട് അത് ആദ്യത്തെ ദൈവമക്കൾ പറയാ, പിശാചിന്റെ ശബ്ദത്തെ തുച്ഛീകരിച്ചു കളഞ്ഞ റിജക്ട് ചെയ്ത അത് ദൈവമാണ് എന്റെ ദൈവം. പ്രേക്ഷിക്കാൻ വെള്ളത്തിൽ വരച്ച വര പോലെ അവന്റെ പേര് ദൈവം മായ്ച്ചു കളയാൻ പോവുകയാണ്. മന്ത്രവാദം ചെയ്തു, ശകുനവാദം ചെയ്തു, ആഭിചാരം ചെയ്തു, പൂച്ചത്തല കൊണ്ടിട്ടു, കോഴി തല കൊണ്ടിട്ടു, രക്തം കൊണ്ട് തലയിപ്പിച്ചു, ആവേശോട്ടം പിന്നെ ഈ അള്ളിപ്പൂ കൊണ്ട് വലിച്ചിട്ടു, പല പരിപാടിയും ആകുന്നത് പോലെ ഒപ്പിച്ച് ആ കോമ്പൗണ്ടിൽ കാല് ചവിട്ടാതിരിക്കാൻ മനസ്സുകളെ മടുപ്പിച്ചു. അമ്മ ആ നന്മയിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണം ഹൃദയത്തെ വെറുപ്പിച്ചു. ആ സന്തോഷം അനുഭവിക്കാതിരിക്കത്തക്കവണ്ണം മനസ്സിനോട് വിരക്തി തോന്നിക്കത്തക്കവണ്ണം നൽകി എന്തെല്ലാം മാനസിക സംഘർഷത്തെ കൂടെ മോവാബ് എന്ന പിശാചിന്റെ റെപ്രസെന്റേറ്റീവ് വെളിപ്പെട്ട പിശാചിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ തമ്പുരാനെ കുഞ്ഞെ നീ അവനെ ഓർത്ത് പേടിക്കണ്ട, അവർ ആ ശക്തി ഓർത്ത് നിലങ്ങണ്ട. ഞാൻ അതിൽ എന്ന് അവനെ തുച്ഛീകരിച്ചെന്നറിയാമോ? ഞാൻ എന്നെ ഒന്നുമല്ലാക്കി മാറ്റിയതറിയാമോ? നീ ആയിട്ട് വലിയ സംഭവമാക്കണ്ട. ഇന്ന് ഞാൻ ആത്മാവ് അവരുടെ തലമുറയ്ക്ക് വിരുദ്ധമായിട്ട്, അവരുടെ വാർത്തകൾ വിരുദ്ധമായിട്ട്, അവരുടെ ഭാവിക്ക് വിരുദ്ധമായിട്ട്, ആത്മീക ഭൗതിക ഭൗതന്മാര് അവരുടെ ശേഷിക്ക് വിരുദ്ധമായിട്ട് അവരെ പിശാച് എന്തോ കാക്കി തീർക്കുമെന്ന് വെളിപ്പെട്ട സ്ഥാനത്ത് അവരെ ആരുമലാക്കി മാറ്റിയ ഒരു ഉടയ തമ്പുരാൻ ശക്തമാണ്. ഞാൻ ഈ വേവിരുന്നുകൊണ്ട് ആ വീട്ടിൽ അവരെ വിളിച്ചു പറയുന്നത് എന്റെ വിശ്വസ്തന ദൈവമാണ്. ഞാൻ പണ്ട് തന്നെ അവരെന്ത് ചെയ്തു? തുച്ഛീകരിച്ചു. രണ്ടാമത്തെ വാക്ക് അവിടെ വാക്കുകൾ സർവമഹാ പുരുഷാരത്തോടെന്ന പദമുണ്ട് അല്ലെ? അതെ, ആ വാക്യം സർവ മഹാ പുരുഷ. അപ്പൊ നമ്മൾ എത്ര പേരുണ്ട്? ഒരാൾ വലിയ മഹാപുരുഷാരത്തോടെ വന്നു. നമ്മൾ ഒറ്റയ്ക്കച്ച, നമ്മൾ ഒറ്റയ്ക്ക്, അവര് അങ്ങനെയല്ല. ആ വാക്ക് സർവ മഹാ. നമ്മൾ ആരെ എത്ര ഉണ്ട്? ഒരാൾ. ഇപ്പൊ നമുക്ക് തോന്നും പാസ്റ്ററെ അവരെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എടാ ആ പുരുഷാരത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ. അതാണ് നമ്മൾ പലപ്പോഴും ദാവീദിനെ കുറിച്ച് പറഞ്ഞ കാര്യം. മലന ഗോലിയാത്ത് ഭയങ്കര സംഭവമായിട്ടാണ് പറഞ്ഞത്. അഞ്ച് ഫെലിസ്ത്യന്മാരുടെ പ്രമുഖന്മാർക്ക് അവൻ അധിപനാണെന്ന് പറയുകയാണ്. ശൗല് വരെ പേടിച്ച് പത്തായത്തിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. ദാവീദ് അപ്പവും മലരും തേനും പാൽക്കട്ടയും കൊണ്ടാണ് സഹോദരന്മാർ ക്ഷേമം രക്ഷിക്കാൻ പോയത്. ദാവീദിന് വിഷമമായതല്ല, ഈ ഒരു ഹൃദയത്തിനകത്തൊരു അടിവയറ്റിലൊരു വേദന വന്നത് ഇസ്രായേലിന്റെ ദൈവത്തെ തുച്ഛീകരിക്കുന്ന കേട്ടപ്പോഴാണ് പുള്ളിക്ക് വിഷമം. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നത്.
ദൈവത്തെ തുച്ഛീകരിക്കുന്ന കേട്ടപ്പോ പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. പുള്ളി ചാടി പറഞ്ഞു, ഇതാരാ, ഇത് ഏവൻ. കൊച്ചു ചെറുക്കൻ പറയാണ്, ഇവൻ ആര്, ഇവൻ ഏത് ടൈപ്പിൽപ്പെട്ട ആളാ, എന്റെ ദൈവത്തെ തുച്ഛീകരിക്കുന്ന ഇവൻ എന്റെ ദൈവത്തെ തുച്ഛീകരിപ്പവനാ, ഞാൻ അവനെ കൊന്നു തരാം. ഒരു എലിയെ പോലും കൊല്ലാത്തവൻ ഞാൻ അവനെ കൊന്നു തരാം. പുള്ളി പറഞ്ഞു കൊന്നു തരാം. ചേട്ടൻ പറഞ്ഞു വിട്ടോളം വീട്ടില്. അവൻ കറക്റ്റായി എന്ത് ചെയ്യാം, തിരിച്ചു വന്നു. ശൗലിന്റെ അടുത്ത് കൊണ്ടുപോയി. ശൗലും പറഞ്ഞു, പറ്റില്ല മോനെ, നീ ഉദ്ദേശിക്കുന്ന പാർട്ടിയൊന്നും അല്ലേ കേട്ടോ. ആരാ? ഗോലിയാത്ത്. നീ ഉദ്ദേശിച്ച പാർട്ടിയൊന്നും. അവൻ പല അഭ്യാസം പഠിച്ച് അവന്റെ കണ്ണ് മാത്രമേ മൂത്ത്, അവന്റെ കണ്ണും നെറ്റി മാത്രമേ പുറത്ത് കാണാം, ബാക്കിയെല്ലാം ഫുൾ കവറിങ്ങിലാണ്. കർത്താവിന്റെ ദൂതിൽ ഞാൻ ഒരു വാക്ക് പറയാം, എന്നെ എന്റെ കർത്താവിനെ തുച്ഛീകരിച്ചു. ആ വെളിപ്പാട് ആർക്കിട്ടിയാൽ ദാവീദിന് കിട്ടി. ഫെലിസ്ത്യനെയും മലന ഗോലിയാത്തിനെയും എന്നേ ദൈവം തുച്ഛീകരിച്ചു എന്ന് ആ വെളിപ്പാട് ദാവീദിന് കിട്ടിയത് കൊണ്ടാണ് ഒറ്റ കല്ല് വീശി ഒറ്റ ആടി കൊടുത്ത് ഇന്ന് രാവിലെ ഒറ്റ അല്ലേലി മതി കേട്ടോ. ഒറ്റ ആമേ പറഞ്ഞാൽ മതി, ഒറ്റ അന്യഭാഷ മതി, ഒറ്റ കൈകടി മതി. ഇന്ന് രാവിലെ ദൈവം തുച്ഛീകരിച്ച വെളിപ്പാട് പ്രാപിച്ചവർക്ക് ഒരു അല്ലേലിയ മതി കേട്ടോ. ദൈവം തുച്ഛീകരിച്ച വെളിപ്പാട് പ്രാപിച്ച മാതാവേ, പിതാവേ, ഒറ്റ അല്ലേലിയ മതി. ആമേ, നിന്റെ ഒറ്റ സ്തോത്രത്തിനകത്ത് ആമേ ദൈവശക്തി വെളിപ്പെട്ട് അവൻ നിരപ്പറിയാതെ ഒറ്റ സ്തോത്രത്തിന് ശക്തി കൊണ്ട് കരമടിച്ച് ആത്മാവ് പറ അവരെ 3 ആണ്ടിനകം അവരെ ഈ ഭൂമിയിൽ നിന്ന് അവരെ ശേഷിപ്പിച്ച് നൂറ്റാണ്ടിന് ശേഷം അവരെ നിന്നെ സ്ഥിരപ്പെടുത്തി അവരെ അത്ഭുതമാക്കി ദൈവം തീർക്കും. ജയമെടുക്കുന്നു. എനിക്ക് നല്ല ദൂത് വരികയാണ്. സഭയെ കുറിച്ചൊരു വെളിപ്പാട് കൂടെ ദൈവം തരിക. സഭയ്ക്ക് വിരുദ്ധമായ ഒരു വെല്ലുവിളി കിടപ്പുണ്ട്. ശങ്കരൻ പറഞ്ഞ ആ വെളിപ്പാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. സഭയ്ക്ക്, നമ്മുടെ പരുത്തിപ്പാറ സഭയ്ക്ക് വിരുദ്ധമായിട്ട് ചില കുലദൈവങ്ങൾ, കുടുംബ ദേവന്മാർ, ദേവിമാര് സഭയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന കാര്യം. ഈ സഭയ്ക്കകത്ത് വരുന്ന പലരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്. ആ അമ്പലത്തിലെ കെട്ടിനാൽ പുതിയപ്പെട്ടതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പാരമ്പര്യ കുലദൈവങ്ങൾ സഭയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു വെളിപ്പാട് അവ ദൈവദാസൻ പോയി പറഞ്ഞുവെങ്കിൽ ഇത് രാവിലെ സഭയെ കരമടിച്ച് പറഞ്ഞാൽ ആ കുലദൈവങ്ങളുടെ ശക്തിയെ എന്ന് കരമടിച്ചാത്മാവിൽ പറയാം. ആത്മാവിൽ നിയോഗമുള്ളവർ കരമടിച്ച് യേശുവിന്റെ അധികാരമുള്ള അവൻ നാമത്തിൽ ഇന്ന് പകൽ അവൻ ഈ ഉപവാസത്തിന്റെ അവൻ മധ്യരുന്നുകൊണ്ട് ആ പാരമ്പര്യ വേവനത്തെ ആ കുലക്കെട്ടിന് യേശുവിന്റെ നാമത്തെ എന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അവൻ ശക്തിയായി അവൻ പരസ്യമായി അവൻ ശാസിച്ച് അവൻ പുറത്താക്കിയാണ് യേശുവിന്റെ നാമത്തെ. ആത്മാക്കൾ വിടാതെ അഭിഷേകത്തെ അറിയിപ്പാതെ സ്നാനത്തെ വിടാതെ വന്ന ദൈവശക്തി പ്രാപിക്കാതിരിക്കാൻ ആ വേർപെട്ട് അറിയിക്കാതിരിക്കുവാൻ അവരെ വ്യത്യാസം സംഭവിക്കാതിരിക്കാൻ അവരെ തടഞ്ഞുക ചെയ്തിട്ടുണ്ട്. അവരെ ശക്തികളെ യേശുവിന് അധികാരമുള്ള അവരെ നാമത്തെ പരസ്യമായി ആ കെട്ടിനെ കണ്ട് അവരെ എല്ലാ ഭവനങ്ങളിലേക്ക് അത്ഭുതം വരട്ടെ. എല്ലാ ഭവനങ്ങളിലേക്ക് അത്ഭുതം വരട്ടെ. എല്ലാ ഭവനങ്ങളിലേക്ക് വ്യത്യാസം വരട്ടെ.
അകച്ചല വിലച്ചല അകച്ചല വിലച്ചല അകച്ചല വിലച്ചല അകച്ചല വിലച്ചല അകച്ചല വിലച്ചല അകല വിലച്ചല Praise God. ഒന്ന്, സർവമഹാപുരുഷാരത്തോട് വരുന്ന ശത്രുവിനെ ദൈവം തുച്ഛീകരിക്കും. രണ്ടാമത്തെ വാക്ക്, അവന്റെ ശേഷിപ്പ് അല്പമാകും. ചില സമ്പത്ത് കൊണ്ട് ചില അഹങ്കാരം. കഴിഞ്ഞ ദിവസം ആരോ ഒരു വ്യക്തി പറഞ്ഞ പോലെ 4ാം തലമുറ വരെ അവളുടെ അപ്പൻ കരുതി എന്ത് വെച്ചിട്ടുണ്ട്. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടൊന്നും ദൈവസഭയെ ദൈവമക്കൾ മുടിപ്പാൻ ശ്രമിച്ചാൽ നിന്റെ സാധനത്തെ ദൈവം അച്ചോടും. മനസ്സിലാവുന്നുണ്ട്? ദൈവമക്കൾ കാര്യം പിടിക്കുന്നു. മോബാബേ, നീ ആരെ കൊള്ളയിട്ടാ ഡിപ്പോസിറ്റ് ചെയ്തത്? ദൈവമക്കളെ അല്ലേ? നീ ദൈവമക്കളെ കൊള്ളയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് വിരുദ്ധമായി തന്നെ ഇടപെടുന്നുവെങ്കിൽ നിന്റെ സകല സമാധാനത്തെയും ഞാൻ അല്പമാക്കി തീർക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ട് ആത്മാവിൽ പോരാടി സൂക്ഷിക്കാനുള്ള നിയോഗമാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവമക്കളെ തൊടുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ദൈവമക്കളുടെ അവകാശത്തെ തൊടാവരെ സൂക്ഷിച്ചു വേണം. ദൈവത്തിന്റെ സംരക്ഷണ, ദൈവത്തിന്റെ ചോരയാൽ, ദൈവത്തിന്റെ സമ്പത്തായി, ദൈവത്തിന്റെ വിശേഷമുള്ള ദിനമായി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന തന്റെ സന്തതികളെ നിനക്ക് അവകാശമില്ല എന്ന് ഒരു പ്രാവശ്യം കൂടെ ആത്മനിരോധത്താല് അവ ഉറക്കെ പ്രസ്താവിക്കുന്നു. നിന്നോട് പരസ്യമായി അവൻ കൽപ്പിക്കുന്നു, ജനത്തെ വിട്ട് മാറിക്കോണം. Praise the Lord. ഗണ്യം നമുക്കറിയാം. ഗണ്യം എന്ന വാക്കിന്റെ അർത്ഥം അംഗീകരിക്കുക. അഗണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കുക. മോവാബിനെ കുറിച്ച് 3 കാര്യം പറഞ്ഞു നിർത്താം. നാം വായിച്ചത് തന്നെ. ഒന്ന്, തുച്ഛീകരിക്കും, അല്പമാക്കും, അവരെന്ത് ചെയ്യും? അഗണ്യമാക്കും. അപ്പോൾ ഈ 3 കാര്യം ശത്രുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ 3 കാര്യം നമുക്ക് പറയാം. പറഞ്ഞേ 3 കാര്യം. ഞാൻ റെഫറൻസ് പറയണമായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ എടുത്തു വന്നപ്പോൾ സമയം പോയി. അവ അടുത്ത വാക്ക് പറഞ്ഞു, നമ്മുടെ കാര്യം പറഞ്ഞേ. മോവാബിനെ ദൈവം തുച്ഛീകരിച്ചുവെങ്കിൽ നമ്മെ എന്ത് വെച്ചാൽ അംഗീകരിക്കും. എങ്ങനെ അംഗീകരിക്കും? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി, ഹൈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നതിൽ വെച്ച് പരമാവധി അംഗീകാരം നമുക്ക് നമ്മുടെ തലമുറ ദൈവം തരുമെന്ന്. 2, അവിടെ ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്പമാക്കി മാറ്റും. ആ വാക്കുകൾ നിന്റെ ശേഷിപ്പിനെ ഞാൻ എന്ത് ചെയ്യും? അത്യല്പമാക്കും എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ബൈ -0 കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ -3 കൊണ്ടിട്ടാണ്. പക്ഷെ ആ സ്ഥാനത്ത് നമുക്കോ അത്യധികമായി നിൽക്കും. അതിൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം. അത് ആർക്കധികം മക്കൾക്ക് സ്വന്തം. എന്താണോ? 3ാമത്തെ കാര്യം പറയുന്നു, അഗണ്യമാക്കും. എന്നാൽ നമുക്കോ ഗണ്യമാക്കും എന്ന് പറഞ്ഞാൽ നമ്മോടുള്ള ദൈവത്തെ നോട്ടം എപ്പോഴും. അതുകൊണ്ട് എന്റെ ദാസൻ അയ്യോബിന്റെ മേൽ ഭയങ്കര കെയർഫുള്ളാണ്. ടോട്ടൽ ലവ്, ടോട്ടൽ പ്രൊട്ടക്ഷൻ, ടോട്ടൽ കെയർ. ഇത് ദൈവമക്കളുടെ വകയാണ്. പുസ്തകത്തിനകത്ത് കിടക്കുന്ന സകല സംരക്ഷണം എന്റെ വകയാണ്, എനിക്ക് വേണ്ടിയുള്ള അവകാശമാണ് എന്ന് നമുക്കിന്ന് രാവിലെ പറയണം. അത്രയ്ക്ക് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇന്നലെ ബീൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി പോയത് മൊത്തം ആനയും പുലിയും മ്ലാവും കാട്ടുപന്നിയും കടുവയും ഒക്കെ ഇറങ്ങിയ സ്ഥലത്തു കൂടിയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അയാൾ പറഞ്ഞു, ഈ 0% കൂടി അങ്ങ് പോയാൽ പോലെ, അത് സ്ഥലത്തിന് പേരാണ്. അപ്പൊ പറഞ്ഞു, ഇല്ല പാസ്റ്റർക്ക് ഇതാ എളുപ്പം എന്ന് പറഞ്ഞു. അവര് വേറെ റൂട്ടില്ല, മുറ്റം കാണാം. അവിടെ ആന ഇറങ്ങുന്നുണ്ട്, അവിടെ എല്ലാ കാട്ടുമൃഗവും ഉണ്ട്. പക്ഷെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ക്ഷേമത്തോടെ
വീട്ടിനകത്ത് കർത്താവ് കൊണ്ടുവന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മെ ഗണ്യമാക്കിയത് കൊണ്ടല്ലേ? ആണോ അല്ലയോ പറഞ്ഞേ? 2025 നമ്മെ അഗണ്യമാക്കിയിരുന്നുവെങ്കിൽ ആരും ഭൂമി കാണത്തില്ല. പക്ഷെ ദൈവാത്മാവ് 2025 ഗണ്യമാക്കി. ആ ഗണ്യമാക്കിയതോടെ 26ന്റെ ഈ 12ാമത്തെ വർഷം ആ സന്തോഷത്തോടെ കർത്താവ് സ്തോത്രം ചെയ്യാൻ പറ്റില്ല. സ്തോത്രം പറഞ്ഞാൽ ശക്തിയോടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശങ്ങളിലായിരിക്കുന്നു, വിദൂരിലായിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രാർത്ഥന പങ്കാളികളായ സഹോദരങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മോടൊപ്പം പ്രാർത്ഥന സംബന്ധിക്കുന്നു. ദൈവത്തിന്റെ വിശേഷമായ പ്രൊട്ടക്ഷൻ, കൺസേ എന്ന പറയുക, കൺസേ ദൈവം കൊടുത്തതുകൊണ്ട് അവർ ഇന്നും ബലത്തോടിരിക്കുന്നു. ഇതാണ് നമ്മളെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. എനിക്കൊരു പാട്ട് വരുന്നുണ്ട്, ഞാൻ പാടുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം. എന്താ പറയുന്ന വാക്ക്? അഗണ്യമാക്കി ആരെ? മോവാബിനെ. പക്ഷെ എന്നെയോ കർത്താവ് ഗണ്യമാക്കി. 3 കാര്യം അച്ഛാ ഞാൻ വ്യാഴാഴ്ച ചോദിക്കും. മണിമണിയായിട്ട് പറഞ്ഞാണ് തലയാട്ടിയായിട്ട് സ്വന്തം വയ്ക്കാം. അവൻ ഒന്നാമത്തെ കാര്യം അത്യധികമായിട്ട് കർത്താവിനെ ഉയർത്തും. 2, അല്പമായിരിക്കുന്ന വിഷയത്തെ നാം ചോദിക്കുന്നത് നയിക്കുന്നതിലും അത്യന്തപരമായി ഉയർത്തും. അടുത്ത വാക്ക് 1 അംഗീകരിക്കും, 2 അത്യന്തമായി ഉയർത്തും, 3 എല്ലാവരെക്കാളും എനിക്ക് പരിഗണന ലഭിക്കും. പ്രൈസ് ഗോഡ്. ഈ 3 കാര്യവും ദൈവം എനിക്ക് തരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ് സാത്താൻ കൊടുക്കുന്നത്. അപ്പൊ എത്ര അന്യഭാഷ പറയണോ ആന്റി? പറ ആന്റി. ആന്റി ശരിക്കും സന്തോഷിക്കും കേട്ടോ. ആന്റി ആരൊക്കെ സഹോദരവർഗത്തിനകത്ത് വെച്ച് ആന്റിയെ ആരൊക്കെ ഒച്ചപ്പെടുത്തിയോ അവര് മുമ്പിൽ ദൈവം ആഹാബിന്റെ മുമ്പിൽ ദൈവം ഏരിയാവ് ഓടിയതുപോലെ ആന്റി ഓടുന്ന ഒരു വെളിപ്പാട് എനിക്ക് പറയാൻ നിയോഗം തരുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ് കേട്ടോ. അവൻ ആരൊക്കെ നമ്മെ അഗണ്യമാക്കിയോ, ആരൊക്കെ മാറ്റി നിർത്തിയോ, ആരൊക്കെ അംഗീകരിക്കാതിരുന്നുവോ, പുറം കൊണ്ട് കുത്തി വേദനിപ്പിച്ചുവോ, അവൻ അകത്ത് മുറിവേൽപ്പിച്ചുവോ, ആരൊക്കെ നമ്മെ വേദനിച്ച് ശബ്ദം പറഞ്ഞുവോ, അതിലേക്കോ അത്യത്ഭുതമായി അത്ഭുതമായി ഉയർത്തുന്ന ദിവസങ്ങൾ ആഗ്രഹമായി ഇടിവേശനീയമാക്കോട് പ്രവചനാത്മ പറയാ. ആരൊക്കെ നമ്മൾ ഉൾക്കൊണ്ടില്ലയോ, ആരൊക്കെ നമ്മൾ ചേർത്തിരിക്കുകയോ, അതിലേക്കോ എനിക്ക് ഒത്തിരി ദൂതകൾ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അല്പം ക്ഷണിച്ചിനെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. ദൈവമക്കളെന്ന് രാവിലെ പറഞ്ഞാവേ എന്റെ ജീവിതത്തിനകത്ത് ഒരു ബലപ്പെട്ട ഒരു ദൂത തന്നെ. നമ്മുടെ 14 അധ്യായമാണ് ചിന്തിച്ചു വന്നത്. 15 പഠിച്ചു, 16 വന്നു, 11 നമ്മൾ പഠിച്ചു, 12 വായിച്ചു, 13 നമ്മൾ വായിച്ചു, 14ാമത്തെ വാക്യം വായിച്ചു, 15 ദൂതെടുത്തു, 16 ദൂതെടുത്തു. അപ്പോൾ ഈ ഇത്രയും ദൂത് നമ്മൾ യശയ്യാപ്രവാചക പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ആത്മാവിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാക്യത്തെ നോക്കിയത്. ഞാൻ യോശുവയുടെ പുസ്തകമാണ് ഞാൻ രാവിലെ വായ്പാടിയാക്കിയത്. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് ഈ ദൂത് എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും ഇട്ടു തന്നു. ദൈവമക്കളെ വിടുന്നതിന് വേണ്ടി അത് ദൈവം തരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഉയർത്തും. ആമേ. അതുകൊണ്ട് ഒരു വാക്കു പറയാം, ഇനി തരുന്ന ഒരു അവകാശത്തിൽ എത്തി നോക്കാൻ പോലും ആര് വരത്തില്ല, വരത്തില്ല. ആ വാക്ക് പറയാം, ഇനി എനിക്ക് തന്നെ അവകാശത്തിൽ എത്തി നോക്കാൻ ആര് വരത്തി. കാര്യം ദൈവം ഡേറ്റിട്ടു. സാത്താൻ എന്നിട്ടിരിക്കുന്നു. എത്ര ഡേറ്റ്? 3 വർഷത്തിനകം നിന്നെ ഞാൻ ഒതുക്കി കൈ കൊടുക്കുന്ന കർത്താവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് പേടിയാൻ നമ്മുടെ അവകാശത്തെ എത്തി നോക്കാൻ വിശ്വാസത്തിൽ കടക്കാം. എല്ലാവരും ആത്മാവ് പറയാം. അവളുടെ ദൈവമക്കൾ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നിങ്ങളുടെ പേര് ദൂതിന് വർഷിപ്പിക്കുന്ന കർത്താവിനെ കാണിക്കുന്നുണ്ട്. യാബേ മോവാബ് ജയിക്കത്തില്ല, നിങ്ങൾ ജയിക്കത്തുള്ളൂ. 2026 നമ്മുടെ വർഷമാണ്. 2026 നിങ്ങളുടെ വർഷമാണ്. രാമകൃഷ്ണാന്റി, ഐസക് ബ്രദറും, ചന്ദ്രൻ ബ്രദറും, പീഡർ സിസ്റ്റർ, ബെർലിൻ ബ്രദറും, കുഞ്ഞിച്ചാൻ അതുപോലെ തുറത്താവേ. അവ എന്റെ പല ഉയർച്ചകൾ തട്ടി മാറ്റി, എന്റെ നന്മകൾ പീശാൻ തട്ടി മാറ്റി, എന്റെ നേട്ടങ്ങൾ പീശാൻ തട്ടി മാറ്റി. പക്ഷേ മോവാബിനോട് ദൈവം ലാസ്റ്റ് വാണി കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ തൊടാൻ നിന്നാൽ അവ എനിക്ക് ഇനി കണ്ടോണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഫെലിസ്ത്യനോട് ചെയ്തു, ഞാൻ മിസ്രൈമിനോട് ചെയ്തു, ഞാൻ ബാബിനോട് ചെയ്തു, ഞാൻ ഏദോമിന് ചെയ്തു, അതുപോലെ മോവാബിനോട് ഞാൻ ചെയ്യുമെന്ന് ദൈവം ലാസ്റ്റ് വാണി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി രാവിലത്തെ ശുശ്രൂഷയിൽ ആത്മാവിൽ കലമടിച്ച് ആ വെളിപ്പാടുമാക്കി നന്ദി പറഞ്ഞ് ആമേൻ സ്തോത്രം പറയാ. എന്റെ ദൈവമേ വിശ്വസ്തനാണ്. എന്റെ ഭാരം